ഇത് ആരോഗ്യമുള്ള രക്താണുക്കളുടെ ഉൽപാദനം തടയും. എല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. നടുവേദന, വിളർച്ച, ക്ഷീണം മുതലായ ലക്ഷണങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. നിമിഷ നേരം കൊണ്ട് ഈ പ്ലാസ്മ കോശങ്ങൾ അനിയന്ത്രിതമായി ക്യാൻസർ കോശങ്ങളായി പെരുകും. അസാധാരണ കോശങ്ങൾ അസ്ഥിമജ്ജയിൽ അടിഞ്ഞുകൂടും. ശരീരത്തിന് ആവശ്യമായ ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ ഇവയെ ഈ കോശങ്ങൾ നിർദ്ദയം പുറന്തള്ളും. ഏത് നിമിഷവും മരണം സംഭവിക്കാം. ഏറിയാൽ ഒരാഴ്ച, അല്ലെങ്കിൽ 2 ആഴ്ച. അതിനപ്പുറം ഒരു ഉറപ്പ് തരാൻ എനിക്ക് കഴിയില്ല. കുട്ടി ഇപ്പൊ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ മെഡിക്കൽ സയൻസിന് ഒരു മഹാ അത്ഭുതമാണ്. എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. സത്യം പറയാലോ, ആ ബ്ലഡ് റിസൾട്ട് കണ്ടപ്പോ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഇതിന്റെ ഉടമ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം താൻ കുഞ്ഞിനെ മുലയൂട്ടുന്നതാണ്. ഒരു കാരണവശാലും ഈ ഒരു അവസ്ഥയിൽ ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല. അത് കുഞ്ഞിന് ഹാംഫുൾ ആവും. പറഞ്ഞല്ലോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ നിസ്സഹായനാണ് കുട്ടി. വേദന കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്ന് തരാമെന്നല്ലാതെ എനിക്കെന്നല്ല, വേറെ ഏത് ഡോക്ടർക്കും ഇതേ ചെയ്യാൻ കഴിയും. എനിക്ക് ജീവിക്കാൻ കൊതി തോന്നുന്നു ഡോക്ടർ. ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഡോക്ടർ. എത്ര പണം വേണമെങ്കിലും തരാം. എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കണം ഡോക്ടർ. ഞാൻ പറഞ്ഞില്ലേ കുട്ടി, ഞാൻ നിസ്സഹായനാണ്. പണത്തിനും ശാസ്ത്രത്തിനും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കുട്ടി. പരമാവധി വേദന കുറഞ്ഞൊരു മരണം കുട്ടിക്ക് ആശംസിക്കാമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കുട്ടി എന്നോട് ക്ഷമിക്കണം. അപ്പോ ഇനി ഈ ലോകത്ത് എനിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലേ ഡോക്ടർ? അങ്ങനെ അവസാന വാക്ക് പറയാൻ ഞാൻ ദൈവമൊന്നും അല്ലല്ലോ കുട്ടി. ഇത്രയും ദിവസം ഈ ആയുസ് നീട്ടി തന്നത് തന്നെ ഏതോ അജ്ഞാത ശക്തിയുടെ കാരുണ്യമാണ്. ആ അജ്ഞാത ശക്തി തുടർന്നും എന്നെ സഹായിക്കുമായിരിക്കും അല്ലേ? അല്ലേ ഡോക്ടർ? അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും? ഇനിയെല്ലാം കുട്ടിയുടെ ഭാഗ്യം പോലിരിക്കും. ഏതായാലും അധികം താമസിയാതെ മരണം ഉറപ്പാണ്. ഇങ്ങനെ അറുത്തുമുറിച്ച് പറയുന്നതുകൊണ്ട് കുട്ടിക്ക് എന്നോട് ദേഷ്യവും തോന്നരുത്. ഈ വരുന്ന പരിമിതമായ ദിവസങ്ങൾ എങ്ങനെ ചിലവഴിക്കണമെന്ന് കുട്ടിക്ക് തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചത്. ആഘോഷിക്കണോ അതോ ദുഃഖാചരണം നടത്തണോ എന്ന് കുട്ടി തീരുമാനിക്കണം. എന്റെ കുഞ്ഞ്, എന്റെ തത്തേട്ടൻ, ഇവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ ഈ ലോകം വിട്ടു പോവും? ആര് പോയാലും ഈ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കും. ആരും ഇവിടെ ഒന്നിനും മസ്റ്റല്ല കുട്ടി. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അത്തരം ബുദ്ധിമാന്മാർ വളരെ കുറവാണെങ്കിലും വരുന്ന ദിവസങ്ങളിലെങ്കിലും കുട്ടിക്ക് അങ്ങനെ ഒരാളാവാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയും. ബെസ്റ്റ് വിഷസ്. യോഗമുണ്ടെങ്കിൽ ഇനിയും കാണാം.